ഹലോ, സ്റ്റോറി വിത്ത് എ ഹോട്ട് കപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കള്ളിമുൾച്ചെടിയുടെ കഥയാണ്. കള്ളിമുൾച്ചെടികൾ മരുഭൂമിയിൽ വളരാറുണ്ട്. അങ്ങനെ വലിയൊരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വളരുന്ന ഒരു കള്ളിമുൾച്ചെടി. കള്ളിമുൾച്ചെടിയുടെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാമല്ലോ. നിറയെ മുള്ളാണ് അതിൻ്റെ ദേഹത്ത്. പക്ഷെ മനോഹരമായൊരു പൂവും അതിലുണ്ടായിരുന്നു. ആ പൂവിന് ഒരു പരാതി ഉണ്ടായിരുന്നു. ഈ കള്ളിമുൾച്ചെടിയുടെ മുള്ളു കാരണം എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, എൻ്റെ ഭംഗി ആസ്വദിക്കുന്നില്ല. ഒരു ദിവസം പൂവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മുൾച്ചെടിയുടെ മുള്ളുകളെല്ലാം എനിക്കൊന്ന് മാറ്റി തരണേ. അതിനു പകരം നല്ല ഇലകൾ വെച്ച് തരണേ. അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര പേരെന്നെ ഭംഗി കണ്ട് ആസ്വദിക്കും, എത്ര പേർക്ക് എന്നെ തൊടാൻ പറ്റും. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ ഈ തീരുമാനം ഉറച്ചതാണോ? ഒന്നുകൂടെ ആലോചിച്ച് നീ തീരുമാനം എടുക്കുക. രൂപം ഒരിക്കൽ മാറിയാൽ പിന്നെ നിനക്ക് തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരാൻ സാധിക്കില്ല. അത് ഓർമ്മയിലിരിക്കട്ടെ. കള്ളിമുൾച്ചെടിയുടെ പൂവ് പറഞ്ഞു, എന്ത് തന്നെയായാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്. ശരി, അതുപോലെ ആകട്ടെ, നിൻ്റെ ആഗ്രഹം പോലെ കള്ളിമുൾച്ചെടിയുടെ മുള്ളുകളെല്ലാം പോയി നല്ല ഇലകൾ വരട്ടെ, ദൈവം പറഞ്ഞു. പൂവിന് വളരെ സന്തോഷമായി. പൂവ് നോക്കിയപ്പോൾ മുള്ളുകളുടെ സ്ഥാനത്ത് നല്ല ഇലകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കണ്ടു. പക്ഷേ ആ പൂവിന് അധികകാലം ആയുസ്സുണ്ടായില്ല. കാരണം കള്ളിമുൾച്ചെടിയുടെ മുള്ളുകൾ പോയി ഇലകൾ വന്നതോടെ കൂടുതൽ ജലാംശം നഷ്ടപ്പെടാൻ തുടങ്ങി. കള്ളിമുൾച്ചെടിയിൽ ശേഖരിച്ചു വച്ചിരുന്ന വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി. മാത്രവുമല്ല, മുള്ളുകൾ കണ്ട് അതിനെ ആക്രമിക്കാതിരുന്ന പല ജീവികളും മുള്ളുകൾ പോയതോടെ കള്ളിമുൾച്ചെടിയെ ആക്രമിക്കാൻ തുടങ്ങി. അതോടെ പൂവിൻ്റെ അവസാനവും അടുത്തു. പൂവ് ദിവസം ചെല്ലുന്തോറും കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ ആണ് പൂവിന് മനസ്സിലായത് ആ മുള്ളുകൾ തന്നെ എത്രമാത്രം സംരക്ഷിച്ചിരുന്നുവെന്ന്. നമ്മുടെ ജീവിതവും ചിലപ്പോൾ ഇതുപോലെയാണ്. നമുക്ക് ചുറ്റുമുള്ള സംരക്ഷണ കവചങ്ങളെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുമ്പോഴാണ് യഥാർത്ഥ പരാജയം തുടങ്ങുന്നത്. അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകളും കൂട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും കരുതലുമെല്ലാം പലർക്കും ഇതുപോലെ അരോചകമായി തോന്നാറുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അവഗണിക്കുമ്പോൾ ഈ കള്ളിമുൾച്ചെടിയുടെ പൂവിൻ്റെ അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഓർമ്മയിലിരിക്കട്ടെ, നമുക്ക് ചുറ്റുമുള്ള സംരക്ഷണ കവചങ്ങളും നമ്മുടെ അവസ്ഥകളും എല്ലാം ദൈവം നമുക്ക് വേണ്ടി തന്നതാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ ഈ പൂവിനെ പോലെ നമ്മളും എന്നേക്കുമായി കൊഴിഞ്ഞു വീഴും. നന്ദി, നമസ്കാരം.